ഓക്കെ, മാരേജിലേക്ക് എത്തേണ്ട ഒരു വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്ന വരൻ മരിച്ചു. എങ്ങനെ മരിച്ചു? മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു, കൊന്നതായിരുന്നു. ആര്? വധു. അപ്പം ഇവർ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. അവർക്ക് ആ കല്യാണത്തിനോട് താല്പര്യമില്ലെങ്കിൽ, ഇനിയിപ്പോൾ വീട്ടുകാർ നിർബന്ധത്തിൽ അങ്ങനെ ആകുകയാണെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് പറയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് അധികം ആരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. അതൊരു സ്ത്രീ ചെയ്തത് കൊണ്ടാണോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നേരെ തിരിച്ചൊരു മെന്നാണ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്യുക, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് വരും. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതിലാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഫെമിനിസം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജെൻഡറിന് വേണ്ടി മാത്രം സംസാരിക്കുന്നതല്ല, രണ്ട് ജെൻഡറിന് വേണ്ടി സംസാരിക്കുന്നവരെയാണ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഫെമിനിസ്റ്റുകളും അത് അധികമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. ചിലപ്പം എൻ്റെ ഇതിൽ വരാത്തിരിക്കും, ഞാൻ കണ്ടില്ല. ഞാൻ കുറേ നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. കുറച്ച് പേരൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആരുമില്ല. ഇത് ഇപ്പോൾ ഷാരൂൺ, ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ, ഷാരൂൺ, അവിടെ എന്താണ് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായ ഒരു ഇതാണ് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയുന്നുണ്ട്. അതും ഒരു ജസ്റ്റിസില്ലായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഷാരൂൺ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരുപാട് വേദനകൾ അനുഭവിച്ച് മരിച്ചല്ല, അതും ഒരു കൊലപാതകമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രത്യേക തരം ഒരു എന്താ പറയുക, നിയമത്തിൻ്റെ മുന്നിൽ ഇവർക്ക് വേറെ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ജസ്റ്റിസ് വേണ്ടത് ഹ്യൂമൻസിനാണ്, അല്ലാതെ ക്രിമിനൽസിനല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.